നമ്മളെ റംലുവിന്റെ വീട്ടില് സുഹൃതം കയറി. തങ്ങളെ എന്തിനാ ഊതി മന്ത്രിക്കാൻ നിങ്ങൾ വരണ്ട. ബായി എന്തിയെ താഴ്ത്ത് പൂട്ടി. എന്നാ ഇവനെ കാവലെടുത്തിക്കോ. വന്നാട്ടെ, വാ. വേഗം വാടാ. ഇപ്പൊ തീരും. തൽക്കാലത്തേക്ക് മാത്രം ചെറിയ അളവിൽ സ്വർണ്ണം പൂശിയുടെ എമ്മി ഉണ്ടാക്കാം. സ്വർണ്ണം ഞാൻ ഒപ്പിച്ചോളാം. ശ്വാസം കൂടാനുള്ള സമയം തന്നാൽ മതി. ഞാൻ ആരുടെ അളവെന്നെടുക്കും. എടാ ഇത്രയും പാടില്ലല്ലോ ഇതൊന്നും മുടക്കാൻ. ഫാത്തി, നീ ആ അളവൊന്നും എടുത്തരുമോ? നീ എടുക്കടാലോ രാതി, നീ തന്നെ അങ്ങ് എടുക്ക്. ഇവിടെ നീക്ക് വാണ്ട് ശരിക്കും നിൽക്കുന്നുണ്ട്. വളഞ്ഞിട്ട് പിടിച്ചാല എന്തോതിനെ ഇടികൊണ്ട് തൂറാനോ? ഈ പെരുമാനിക്കരയിലെ ഏറ്റവും മാസുള്ളവനാ സൂതൻ. എന്ത് കയറിക്കോളൂ. പിന്നെ എന്നാത്തിനാ ഈ പാതിരാക്കി ഇങ്ങോട്ട് ഓടിപ്പോന്നത്? സുഹൃത്തിന്റെ ബസ്സിനെ തൂക്കി നോക്കാനാ. നോക്ക്, അവന്റെ വരവ് കണ്ടോ? എന്തായാലും സുഗതം ചെയ്തവനാ. ഇത് ബായിയുടെ ആദ്യത്തെ ഉണ്ടയില്ല വെടിയും. ഉണ്ടേ വെടിയോ? നാളെ പെരുമാനി ഞെട്ടണം. നമ്മുടെ ബായി ഒന്നുകൊണ്ട് വളർത്തിക്കണം. റംലുവിന്റെ വീട്ടിൽ സുഹൃതന്റെ വിളയാട്ടം. വിനയത്തോടെ പായി. എന്നാലും എന്റെ റംലു ഭായ് പാചരാക്കണിട്ട് എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാം. ബഷീറെ, പെരുമാനിയുടെ നാണക്കേട് നടക്കുന്നു. എന്റെ ചങ്കണ് തകർന്നുപോയി. എന്നാലും കരീമ മണലാരണ്യത്തിലെ പൊരി വെയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഓളി ചെയ്തത് പോക്കിത്തരല്ലേ നായരെ? എന്ന് പറഞ്ഞ അപ്പോഴത്തെ ആ ഹാലില് പൊരിവയിലൊക്കെ ഓർക്കാൻ പറ്റുമോ കുട്ടിക്കാ? പെണ്ണുങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞ അതിങ്ങനെ ആടിയാടി കളിക്കും. ആ മുജീബേ, ഈ വിഷമിക്കരുത്. നമ്മളെ റംലുവിന്റെ ഞാൻ അറിഞ്ഞു മുക്രി. അതിനിപ്പോ എന്താ, അതോളുടെ ഇഷ്ടല്ലേ. പിന്നെ നിങ്ങൾ കരീംഖാനെ വിളിച്ചൊന്നും പറയണ്ട കേട്ടോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഏയ്, ഞാനങ്ങനെ ചെയ്യടാ മുജിയെ. എന്നാ ശരിടാ. അത് മറന്നുവല്ലോ കുറച്ചോനെ. ബഷീറെ, ഇത് വലിയ അന്യായമാണേ. എന്തന്യായം? മലയാളം പോലും അറിയാൻ വയ്യാത്തൊരു വട്ടം ബായി ദരിദ്രം എന്ന് പറഞ്ഞ മലയാളം എന്തിനാ അറിയുന്നേ? അങ്ങ് കാണിച്ചാ പോരെ? ശരി, എങ്കിൽ എന്താങ്ങത്തിലൂടെയാണ് അയാൾ അവിഹിതം നടത്തുന്നത് കാണിച്ചേ? വേണ്ട, ഇങ്ങനെ ഇക്കാക്ക എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? ആർക്കും വിഷമം? എന്തിന്? എന്നാ എണീറ്റേ, ചെന്ന് കുളിച്ചേ. കരീമ ഇങ്ങനെ എടുത്ത് ചാടല്ലേ. സുഹൃതൻ കേറി എന്നുള്ള സത്യ. എന്നാ എന്തിനാ കേറിന്ന് നമുക്കറിയില്ലോ. ഓല് വല്ല നാട്ടുവർത്താനം പറഞ്ഞ് കുത്തിരുന്നാണെങ്കിലോ? നാട്ടുവർത്താനല്ല, നാട്ടുവർത്താനം. എനിക്ക് ഞവളെ വേണ്ട. മുജീബിന്റെ കൂടെ ആയിരുന്നു. വെറുതെ അല്ല ആള് കേറി. കബഡി കളിക്കുമ്പോഴേ ഈ സുഹൃത്തൻ എന്നെ പൊക്കി 2 റൗണ്ട് ഓടിയതാ. ഓന് നല്ല ഉഷിര, അതില് സംശയമൊന്നുമില്ല. എന്നാലും എന്തിനാ കേറി എന്നുള്ളത് നമുക്കറിയില്ല കരീമേ. അവന്റെ സുന്നത്ത് കല്യാണത്തിന് എനിക്ക് ഞവളെ വേണ്ട, ഞാനുള്ള ഒഴിവാക്കാണ്. ഇതേ കരീമേ, അതൊക്കെ വലിയ തെറ്റാട്ടോ. ഈ സമാധാനപ്പെട്, ഞമ്മക്ക് ശരിയാക്കാലോ. മുക്രി നിങ്ങൾ വെച്ചോ. ഇത് ചൂടാറാൻ്റെ മുമ്പ് അവളെ വിളിച്ച് എനിക്ക് 2 വർത്താനം പറയണം. എന്റെ പൊന്നു മുക്രി, ഈ നാട്ടുകാരെ തെണ്ടികളോട് പറയാൻ എന്നെങ്ങനെ മരിച്ചിരുന്ന് വിളിക്കണ്ടെന്ന്. എനിക്കെല്ലാം അറിയാന്നു. കൂട്ടുകാരന്മാര് പട്ടികള്. അറിഞ്ഞു വെച്ച് എടുക്കാത്ത പട്ടി. എന്തേടാ ഇപ്പൊ വിളിക്കാൻ തോന്നിയേ? ഞാനാ ഫാത്തിയ. നീയായിരുന്നോ? എന്തേടി? ഇത്ത എവിടെയാ?
ഞാനിവിടെ അങ്ങാടിപ്പുറത്ത്. അങ്ങാടിപ്പുറത്താ? അവിടേക്ക് ഇപ്പൊ പോയി? 2-3 ദിവസമായി. നീ കാര്യം പറ. 2-3 ദിവസോ? അപ്പൊ കരിമക്കാട് അവിടെ ഇല്ലേ? ഒരു മിനിറ്റ്, കരീംക്ക വിളിക്കണോ? എടുത്തില്ലെങ്കിൽ പിന്നെ അലമ്പാക്കും. ഹലോ. പന്ന പാട്ടിച്ചി. ഇങ്ങനെ തല്ലുണ്ടാക്കല്ലടോ. ഉസ്താദ് ഇപ്പൊ കരീമിന്റെ വീട്ടിലെത്തും. കേറിയോ? ഇനി കേറിയെങ്കിൽ എന്തിന്? ഇത് നമുക്ക് റംലുവിനോട് ചോദിച്ചാ പോരെ? പ്രശ്നം തീർന്നില്ലേ? അല്ല, നമുക്ക് ഇവിടുന്ന് ചർച്ച ചെയ്താ പോരെ? താൻ കട പൂട്ടിട്ട് വാടോ. ഇക്ക ഒരു മിനിറ്റ്, എന്താ ഉണ്ടായത് ഞാൻ മുഴുവനും പറയാം. കേക്കട്ടെ നിന്റെ ന്യായം. ഇക്ക എന്നോട് ക്ഷമിക്കണം, എനിക്ക് അങ്ങനെ പറ്റിപ്പോയി. സുഹൃത്തും ചേട്ടന്റെ മസിലൊക്കെ കണ്ടപ്പോ ഇനി അങ്ങനെ ഉണ്ടാവില്ല പോരെ? പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കുമ്പോഴേ എന്റെ മനസ്സിൽ നിങ്ങളേ ആയിരുന്നില്ല, മുജിയായിരുന്നു. കയ്യൊക്കെ ഉണ്ടെങ്കിൽ എന്തും തടയാം. ഇന്നത് ചിന്തിക്കണമെന്ന് വാശി പിടിക്കാൻ ഒരുത്തനും പറ്റൂല. ഇതിനൊക്കെ ഒറ്റ മാർഗേ ഉള്ളൂ കാ, സ്നേഹിക്ക. മുജി എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്ക. ഞാൻ പറഞ്ഞ ശരിയല്ലേ കാ? എന്താ മുക്രി പറ്റിയേ? പടച്ച റബ്ബലാലിമിനായ തമ്പുരാനെ, എട്ടങ്കാനായില്ലപ്പത്. അതെ, ഇന്നലെ രാത്രി എന്തിനാ സുഹൃതം വന്നത്? റംലു എന്തേ? റംലു അതെ, റംല 2 ദിവസമായിട്ട് അവളുടെ വീട്ടിൽ പോയേക്കാ. മോളെ സുഹൃതം വന്നത് ഞങ്ങളെ കണ്ടോ? സുഹൃത്തേട്ടൻ വന്നത് എന്റെ അടുത്തേക്കാ. നിന്റെ അടുത്താ? ആ. എന്തിന്? എന്റെ കെട്ടിയവൻ എന്റെ അടുത്ത് വന്നത് എന്തിനാന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണോ? കേക്കണോ നിങ്ങക്ക്? മതിയായില്ലടാ നിനക്കൊക്കെ. ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാ അതിന്റെയൊക്കെ ഭാര്യ കളിച്ചത്. ഇനി ഒരു ഒറ്റ മിനിറ്റ് ഉണ്ടല്ലോ അവൻ ഈ നാട്ടി വെച്ചേക്കൂല. പ്രസിഡന്റ് അന്നേ അവന്റെ ഒരു ഭായി. എല്ലാവരും നിന്നേ. റംലുവിന്റെ ബാപ്പനെ കണ്ടിരുന്നു. റംലു അവിടെയുണ്ട്. അറിഞ്ഞു ഉസ്താദെ, ഈ നാട് കുട്ടിച്ചോറാക്കി ആ ഭായിനെ ഇവിടുന്ന് ഓടിക്കാൻ പോവാണ്. ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല. ഏതോ ഒരുത്തൻ വിളിച്ചു ഇവിടുത്തെ കഥ കരീമിനെ അറിയിച്ചു. കരീം അത് കേട്ട പാതി കേൾക്കാത്ത പാതി റംലുവിന്റെ വാപ്പാനെ വിളിച്ച് മുട്ടനെ തെറി വിളിച്ചു. അല്ല ഉസ്താദെ, ആരെങ്കിലും വിളിച്ചറിയിച്ചെന്ന് വിചാരിച്ച് അവന് വെളിവില്ലേ? അവൾ അവിടെ ഉണ്ടെന്ന് അവനറിയില്ലേ? ചിന്തിക്കാനാണ് സ്വല്പം വെളിവ് വേണ്ടേ മുക്രി. ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. റംലു കരീമിനെ ഫസ്കു ചൊല്ലാൻ തീരുമാനിച്ചു. അല്ല ഫ്ലാസ്കോ എന്നുവെച്ചാ? ഓ, അതുപോലും അറിയത്തില്ലടാ നിനക്ക്. ഫസ്ക് ഓളോനെ അങ്ങോട്ട് മൊഴി ചൊല്ലാന്ന്. മതിയായില്ലടാ നിനക്കൊക്കെ. ഓന്റെയൊക്കെ മറ്റോടത്തെ ഒരു ഭായി. മിടുക്കി, അവളാണ് എന്തായാലും കിട്ടാൻ കാത്തിരിക്കാൻ. ഇനിയിപ്പൊ മുജിയായിട്ടുള്ള കെട്ട് നടത്താലോ. ഇനിയിപ്പോ മുജിക്ക് 2 വട്ടം ഒരുമിച്ച് നടത്താലോ. ഇനിയിപ്പോ ഇതായിരിക്കും ഭായി ഉദ്ദേശിച്ചത്. പിന്നല്ലാണ്ട് ഒന്നും കാണാതെ ഭായി കളിക്കൂല. ഇപ്പൊ എന്തായി? ചേരേണ്ടവര് ചേർന്ന. ഇപ്പൊ മനസ്സിലായ ഭായി വെറും വാക്ക് പറയൂലെന്ന്.